ഹലോ അങ്കിൾസ്. ചേട്ടാ, ഈ ലക്ഷ്യത്തോടുള്ള വഴി ഏതാ? അല്ല, ഈ നല്ല ഭാവിയിലോട്ടുള്ള വഴി. ഒരു വഴിയുണ്ട്, PS. മറ്റൊരുപാട് വഴികളുണ്ട്, SSC, റെയിൽവേ, ബാങ്ക്. അധ്യാപകനാവാൻ LP UP അസിസ്റ്റന്റ് HSI, പിന്നെ LDC, ഡിഗ്രി ലെവൽ മെയിൻസ്, പിന്നെ ഭാവിയിൽ വരാൻ പോകുന്ന പ്രിലിംസ്. കുറേ പോസ്റ്റ് ഉണ്ട്. SSCയിലാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ CGL, ഇനി +2 ആണെന്നുണ്ടെങ്കിൽ CHSL, 10ാം ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ MTS, ഇനി റെയിൽവേയിലാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ NTPC, +2 ഉണ്ടെന്നുണ്ടെങ്കിലും NTPC, ഇനി 10ാം ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് D, ഇനി ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ ALP എഴുതാം, ജൂനിയർ എഞ്ചിനീയർ എഴുതാം. ഇനി ബാങ്ക് എക്സാമുകളാണെന്നുണ്ടെങ്കിൽ IBBS, RBI, RRB, SBI എക്സാമുകൾ. അല്ല, അപ്പൊ PSCയുടെ പോസ്റ്റുകൾ? PS നമ്മുടെ LGSകാരെ വിട്ട് ഒരു കളിയില്ല. നമുക്കങ്ങ് 7ാം ക്ലാസ് മുതൽ നമുക്ക് പോസ്റ്റ് ഉണ്ട്. നമുക്കൊരു 7ാം ക്ലാസ് ലെവലിൽ LGS എക്സാം ഉണ്ട്. പിന്നെ നമ്മുടെ യൂണിഫോം പോസ്റ്റിലാണെങ്കിൽ നമുക്ക് പോലീസ് മുതൽ നമുക്ക് നോക്കാം. CPO ഉണ്ട്, അസിസ്റ്റന്റ് ജയിലർ ഉണ്ട്, എക്സൈസ് ഉണ്ട്, ഫയർമാൻ ഉണ്ട്. ഇതെല്ലാം നമുക്കുണ്ട്. പിന്നെ അങ്ങോട്ട് ഡിഗ്രി ലെവലിലോട്ട് നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, സെക്രട്ടറി അസിസ്റ്റന്റ് ഉണ്ട്, കമ്പനി ബോർഡിന്റെ ഡിഗ്രി ലെവൽ എക്സാംസുകളുണ്ട്. സ്കൂൾ ടീച്ചർ ആവണമെങ്കിൽ LPSA എക്സാം, അതുപോലെ തന്നെ LP ടീച്ചർ, UP സ്കൂൾ ടീച്ചർ, ഹൈസ്കൂൾ ടീച്ചർ. പിന്നെ ഇവിടെ HST ആണെങ്കിൽ അതുകൊണ്ട്. പിന്നെ ഒരു IAS കാരനാവാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു KS എക്സാം വേണം നമുക്കുണ്ട്. പിന്നെ ബാങ്കിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കുണ്ട് കേരള ബാങ്ക്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലെവലിലോട്ട് നോക്കുകയാണെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ എക്സാമും ഉണ്ട്. അപ്പൊ SSCയിലോ 10ഉം +2ഉം പാസ്സായിട്ടുണ്ടെങ്കിൽ നിനക്ക് SSC പരീക്ഷ എഴുതാം, റെയിൽവേ പരീക്ഷ എഴുതാം. അങ്ങനെ ഒരു ഗ്രാജുവേറ്റ് അല്ലേ? അപ്പൊ SSC എഴുതാം, RRB, റെയിൽവേ എഴുതാം, ബാങ്കിന്റെ ഒരുപാട് പരീക്ഷകൾ എഴുതാം. ഇനി SSCയിലേക്ക് മാത്രം വരുവാണെങ്കിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിൽ എഴുതിയിട്ടുണ്ടോ? CGL കേട്ടിട്ടുണ്ടോ? NIA എന്ന് കേട്ടിട്ടുണ്ടോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, ഇൻകം ടാക്സ്, കസ്റ്റംസ്, കേട്ടിട്ടില്ലേ? ഈ പറഞ്ഞ സാധനങ്ങളിലേക്ക് ഒക്കെ നമുക്ക് ജോലി മേടിക്കാം. ഇനി അതല്ല, ഇവിടെ നിന്നും അടുത്ത് പുറത്തേക്ക് പോകണോ, ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകണോ, ആ പരിപാടി ഉണ്ട്. പറക്കാൻ വേറെ ഓപ്ഷൻ ഉണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് കേട്ടിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് പല രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യാനും ഈ പരീക്ഷയിൽ മാർഗമുണ്ട്. 8ാമത്തെ പേ കമ്മീഷന്റെ ചർച്ചകൾ നടക്കുക. ഈ സാധനം കൂടെ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ വന്നു കയറാൻ പോണ കാശ് ചെറുതായിരിക്കില്ല. അല്ല, ഇതിനെ കുറിച്ച് അറിയിപ്പോ ഞാൻ എങ്ങനെ പോവാ? എന്താ, ആരോട് ചോദിക്കുക? കേരളത്തിൽ PSC പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച സ്ഥാപനം ഏതാ? സൈലം PSC. അവിടെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ LP UP അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ LDC 2027 ബാച്ചും, പുതിയ 2 ബാച്ചുകൾ. പിന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ബാച്ച് ഇല്ലേ, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് പോയി എന്നുള്ള വിഷമം വേണ്ട, ലൈവ് കം റെക്കോർഡഡ് ബാച്ചുമാണ്. സൈലം എന്ന് പറഞ്ഞില്ലേ, PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, പിള്ളേർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും മികച്ച ക്ലാസ് കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനമാണ് കേരളത്തിലുള്ളൂ. അതാണ് ഈ പറയുന്ന സൈലം. ഇനി നേരത്തെ പറഞ്ഞ SSC പരീക്ഷയില്ലേ, അതിനെപ്പറ്റി നിനക്ക് അറിയണമെങ്കിൽ നമ്മളൊരു ഓഫ്ലൈൻ സെഷൻ നടത്തുന്നുണ്ട്. ഒരു സ്ഥലത്തല്ല, കേരളത്തിലെ 7 ജില്ലകളിൽ ഫ്രീ ആയിട്ടാണ്. ഈ മാസം 15ാം തീയതി കോഴിക്കോടാണ് നമ്മൾ സെഷൻ തുറക്കണേ. PSC, SSC, റെയിൽവേ, ബാങ്ക് എന്തോ ആകട്ടെ, സൈലത്തിലേക്ക് വരെ നമ്മളെല്ലാവരും അവിടെ ഉണ്ടാവും. ആണല്ലേ?